ക്ലാസ്സിൽ തൽക്കാലം കൂട്ടിയെടുക്കണം പോണേ. ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ ഇന്നലെ സൺഡേ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു. വേറെ ഒന്നല്ല, HR പറഞ്ഞ പോലെ ജാബിർ സാറിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി, പക്ഷേ പ്രോഗ്രാംസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർക്ക് അതിനുള്ള ടൈമൊക്കെ റെഡി ആയത്. അപ്പം നമ്മൾ ക്ലാസ്സിൽ കുറച്ച് നേരം പൂട്ടിയിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മളങ്ങനെ വർക്കിംഗ് ടൈമിൽ ക്ലോസ് ചെയ്യാറില്ല, പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ 2 hours നമ്മൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വണ്ടി കയറിയിരുന്നിട്ടും ചേച്ചിമാരെ കാണാതായപ്പോൾ നോക്കുമ്പോണ്ട് ജുറേജ് ചേച്ചിമാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല അസലായിട്ട് പൂട്ടിയിട്ട് വണ്ടി കയറാൻ വരുമായിരുന്നു. പിന്നെ അവരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവരതിൻ്റെ അകത്താണ്. പിന്നെയും ഡോറ് തുറന്ന് അവരെ തുറന്ന് ഇട്ട് പിന്നെ വേഗം വണ്ടി അതിൻ്റെ ഉള്ളിട്ട് പൂട്ടിയോല്. ആ, നല്ല ബെസ്റ്റ് ടീം. ഇനി ഇവിടെ ആരെങ്കിലും കയറുന്നുണ്ടോ? നമ്മൾ ഇത്രയും പേരും വിജയ് സാറിൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ബൈക്കിൽ വരാറുണ്ട്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പേര് ലീവ് ആയിരുന്നു. അവരെല്ലാവരും അവിടേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞു. ശ്രീരാഗൊക്കെ ലീവ് ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു 5 minutes ദൂരമേ ഉള്ളൂ കേട്ടോ. 5 minutes or 10 minutes. നമ്മൾ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തും. തോക്കാമ്പാറ ആണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാനും സൽമത്തും കൂടി വന്നിട്ട് ജസ്റ്റ് സാറിൻ്റെ അതിന് ബാഗ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അകത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല പീസ്ഫുൾ സ്ഥലം കേട്ടോ, നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ MD മുഹമ്മദ് സാർ എല്ലാവരും ഉണ്ടല്ലോ എന്നുണ്ടെന്ന് ജസ്റ്റ് വിഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന പാടന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാട്ടർ മെലൺ എടുത്ത്, മുന്തിരിയും പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ ജാബിർ സാറ് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടോ ചോദിച്ചങ്ങാണ്ട് പിന്നെ ജസ്റ്റ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കൽ തുടങ്ങി. പിന്നെ വീടിൻ്റെ ഒരു ഔട്ട്ഡോർ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് കയറാൻ പോകുമ്പോഴത്തേന് സെമീനാമ്മയും അവിടെ നിന്നിട്ട് ഹായ് കാണിക്കുന്നുണ്ടായിരുന്നു. അകത്ത് പോകാൻ നിന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അകത്ത് കയറാൻ തുടങ്ങി. പിന്നെ ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട ആൾ നൂറ് മാം. ഭയങ്കര കമ്പനിയാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഒരു എന്താ പറയുക, നല്ലൊരു ബോണ്ടിങ് ആണ് ആളടുത്ത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ്. ഈ ഭാഗത്താണ് ഫുഡ് കഴിക്കാനുള്ള ഏരിയ അവർ നല്ല സെറ്റപ്പാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കപ്സ് മാത്രം കപ്സയും കുറച്ച് ബിരിയാണിയും കഴിച്ചു. എനിക്ക് ഫുഡൊക്കെ കൂടി കണ്ടപ്പോൾ തന്നെ വേറെ അറിഞ്ഞു. പിന്നെ കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇളനീർ പായസമാണ് കാര്യമായിട്ട് കഴിച്ചത്. ഐസ്ക്രീം ഒന്നും ഞാൻ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ രുചി കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇളനീർ പായസം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ശ്രീരാഗൊക്കെ ഐസ്ക്രീമൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഐസ്ക്രീം ഒന്നും വേണ്ടാന്ന് തോന്നി. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ സംസാരിച്ച് നിന്നതിൻ്റെ ശേഷം അകത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വീടിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, മൊത്തമായിട്ട് അവിടെ കയറി കാണണമല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എടുത്തൊന്നും ഒട്ടും ക്ലിയർ അല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ അന്ന് വന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയയാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. പിന്നെ സെമീന മാമിനോട് ഞാൻ വ്ളോഗിലൊക്കെ എടുത്താന്ന് പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിറർ കണ്ടപ്പോൾ റൂമിൽ അടിപൊളി മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് മിറർ സെൽഫിയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇതിൽ വെക്കുന്നുണ്ട്. അവരെന്നെ അയച്ചു തന്ന വീഡിയോ ആണ്. അതാണ് നല്ലതെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ മൊത്തമായിട്ട് എല്ലായിടത്തും ആളുകളുണ്ടായതുകൊണ്ട് കറക്റ്റ് കവർ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി താഴെ 3 റൂമും മേലെ 2 റൂമുമാണ് ഉള്ളത്. മേലത്തെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് വീടിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള വീഡിയോ ഉണ്ട്, അതിൽ കാണാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ക്ലാസ്സിലത്തെ ടീം മൊത്തം അടുക്കളയിൽ വന്ന് നിൽക്കുന്നു, അവിടെയുള്ള മെയിൻ ഏരിയ. പിന്നെ ഒരു 1:15 സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഷോറൂം ഒരു 1:30 ആകുമ്പോൾ തുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 1:15 പോന്നു. ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ആണ്. പിന്നെ അവിടുന്ന് റീലെടുത്ത് ഞങ്ങൾക്ക് തികയായിട്ട്, ഫോട്ടോ എടുത്ത് തികയായിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി റീലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീടിൻ്റെ വീഡിയോ ഇനിയിപ്പോൾ വരും. ഞാനിതിൻ്റെ ബാക്കിൽ എന്തായാലും ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ HR ലീവ് ആയതുകൊണ്ട് മൂപ്പർക്ക് ടാറ്റ കൊടുത്ത് ഞങ്ങൾ പിരിഞ്ഞിട്ടോ.